കേരള ചരിത്രത്തിലെ മുസ്ലിം സ്വാധീനം എന്ന വിഷയത്തിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ സോളിഡാരിറ്റിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സുപരിചിതമായ ഒരു പദപ്രയോഗമാണ് ഇസ്ലാമോഫോബിയ, ഇസ്ലാം പേടി എന്നുള്ളത്. പണ്ടത് ഒരു 10-25 വർഷം മുമ്പാണെങ്കിൽ യൂറോപ്പിലെയോ അതല്ലെങ്കിൽ ലോകതലത്തിൽ തന്നെ അറിയപ്പെട്ട അക്കാദമിക രംഗങ്ങളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ മാത്രം ചർച്ചയായിരുന്ന ഒരു വിഷയമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ പദം ഒരിക്കലും അന്ന് പരിചിതമല്ല. അക്കാദമിക വ്യവഹാരങ്ങൾക്കപ്പുറത്ത് ഒരുപക്ഷെ അത് അറിയപ്പെടുന്ന രീതിയിൽ കാണുന്ന ഒന്നായിരുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ലോക വ്യാപാര സമുച്ചയത്തിൽ ഭീകരാക്രമണം നടന്നത് ഒക്കെ നമുക്കെല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ പത്രങ്ങൾ വായിച്ച എല്ലാവർക്കും അത് അറിയാം. എല്ലാ വർഷവും അവരത് അതിൻ്റെ വാർഷികമെന്ന രീതിയിൽ ആഘോഷിക്കുകയും അതിൻ്റെ ഓർമ്മകൾ അയവിറക്കുകയും ചെയ്യുന്നതും അമേരിക്കയിലെ ഒരു ചിത്രമാണ്. അതിനുശേഷം ലോകത്തൊട്ടുക്കും ഭീകരവാദം, ടെററിസം എന്നുള്ളത് നേർക്ക് നേരെ തന്നെ ഇസ്ലാമുമായി മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ പ്രൊപ്പഗണ്ട മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ശേഷം നമുക്കറിയാവുന്നതുപോലെ പത്രമാധ്യമങ്ങൾക്ക് പുറത്ത് ടെലിവിഷൻ മാധ്യമങ്ങളും ശക്തമായി തുടങ്ങി. ഈ 2 മാധ്യമങ്ങളിലൂടെയും അത് അതിശക്തമായി പ്രചരിപ്പിച്ചു. അതിനില്ലാതാക്കുവാനുള്ള ലോകതലത്തിലുള്ള വാർ ഓൺ ടെറർ എന്ന ക്യാമ്പയിൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അത് എല്ലാ മാധ്യമങ്ങളും അതിനെ അതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഭീകരവാദി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആയിരിക്കും, കഫിയ പുതച്ച ഒരാളായിരിക്കും, അതുമല്ലെങ്കിൽ തോക്ക് പിടിച്ച് കറുത്ത വസ്ത്രം ധരിച്ച ഒരാളായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ചിത്രം വളരെ ചെറിയ കുട്ടിയുടെ മനസ്സിൽ വരെ ലോകതലത്തിൽ മുഴുവനായി സ്ഥാപിച്ചെടുക്കുന്നതിൽ അവർ വിജയിച്ചു. അപ്പോൾ അതൊരു 10-20 വർഷത്തിൻ്റെ ചരിത്രമാണ്. നമ്മൾ അതിനുശേഷം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഒരു 5-6-7 വർഷത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇസ്ലാം പേടി, ഇസ്ലാമിനെ കുറിച്ചുള്ള ഭയം, അത് അവിടെ നിന്നും കുറേ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഒരു വിഷയമാണത്. പണ്ടത് മാധ്യമങ്ങളിൽ മാത്രമായിരുന്നു, അതല്ലെങ്കിൽ അതിനു മുമ്പ് അക്കാദമിക തലങ്ങളിലെ വ്യവഹാരം മാത്രമായിരുന്നു. അതിനു മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചരിത്രത്തിലും എഴുത്തിലും ഒക്കെ ഈ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമായിരുന്നില്ല. ഇന്ന് മുസ്ലിം അല്ലാത്ത സാധാരണ മതവിശ്വാസികളടക്കമുള്ള അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങൾ അവരുടെയൊക്കെ തന്നെ ഒരു ചർച്ചാ വിഷയമോ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ നമ്മളുടെയൊക്കെ അറിവിൽ ദിനേന കടന്നു വരുന്ന ഒരു പദപ്രയോഗമോ അല്ലെങ്കിൽ അതിൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ ആയിട്ട് പല രീതിയിൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അതിലേക്കൊക്കെ നയിച്ച എത്രയോ കാരണങ്ങൾ നമുക്കതിന് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ കാണാൻ കഴിയുന്നതാണ്. അത് ചരിത്ര രചനയിലും അതുപോലെ തന്നെ മറ്റ് വാക്മൊഴിയായിട്ടൊക്കെയുള്ള പ്രചരണങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് നേരത്തെ തന്നെ അത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നിലക്ക് നമ്മൾ ചരിത്രത്തെ എടുക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായം, അല്ലെങ്കിൽ അതുപോലെ അതിങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൽ വിലപിച്ചുകൊണ്ട് നമ്മൾ പിന്നാക്കമാണ് എന്ന് നമ്മളും ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയല്ല ഞാനീ പറയുന്നത്. അതേ സമയത്ത് നമ്മൾ എഴുതിയ ചരിത്രത്തിലല്ല നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അങ്ങനെ ഒരു ശ്രമം ചരിത്രപരമായി നിർവഹിച്ചിട്ടുള്ളൂ. നമ്മുടെ ചരിത്രം നാം തന്നെ എഴുതുക എന്നുള്ളത് വളരെ കുറച്ച് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലെ വളരെ പ്രമുഖനായ സാമൂഹിക പരിഷ്കർത്താവാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. ആധുനിക വിദ്യാഭ്യാസം നേടുന്നതിനെക്കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുന്ന മുസ്ലിം സമുദായം, അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എഴുതിയ പ്രസ്താവന ഞാനിവിടെ വായിക്കാം. മുസ്ലിങ്ങളുടെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യദാഹത്തെ മനസ്സിലാക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. ഞാൻ അതിനെ വളരെയധികം വിലമതിക്കുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുമെങ്കിലും ഭാവിയിൽ ചരിത്ര
സൃഷ്ടിച്ച ചരിത്രത്തെ ചരിത്രവൽക്കരിക്കാൻ ഉള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തോട് നിങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കരുത് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞു. കാരണം ഇന്ത്യയുടെ ചരിത്ര രചനയെക്കുറിച്ചുള്ള, ചരിത്രത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ ജനിതക ദൗർബല്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരായ ആളുകൾ ആ കാലഘട്ടത്തിൽ അവർ ചരിത്രത്തെ അവരാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അവർക്കെതിരെ പോരാടിയവരെ മൂന്നാക്കി തിരിച്ചു. അതിലൊരു വിഭാഗം അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ്. അവരോടുള്ള വളരെ ലോയലായിട്ട് ബ്രിട്ടീഷുകാരോട് പെരുമാറുന്ന ഒരു വിഭാഗം. രണ്ടാമത്തേത് ഇവിടുത്തെ ദേശീയ സമരങ്ങൾ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ. മൂന്നാമത്തേത് മതഭ്രാന്തന്മാരാണ്. ഇത് അവരുടെ പേരാട്ടോ, മതഭ്രാന്തന്മാർ എന്ന് അവർ ആ കാലഘട്ടത്തിൽ തന്നെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അടിസ്ഥാനമാക്കി എഴുതിയ ചരിത്രത്തിൽ ആലി മുസ്ലിയാരെക്കുറിച്ചും അതുപോലെ തന്നെ വാരിയംകുന്നനെ കുറിച്ചുമൊക്കെ എഴുതിയ, അല്ലെങ്കിൽ മലബാറിലും ഇന്ത്യയിലൊട്ടാകെ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മുസ്ലിങ്ങളെക്കുറിച്ച് വിശിഷ്യ പ്രയോഗിക്കാൻ വേണ്ടി അവരുപയോഗിച്ച വാക്കാണ് മതഭ്രാന്തന്മാർ അഥവാ ഫനറ്റിക് എന്ന് പറയുന്ന പ്രയോഗം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതഭ്രാന്തന്മാർ എന്ന് പറയുന്ന പേര് അന്ന് തന്നെ കൊടുത്തതോടുകൂടി അതിനുശേഷം ഇന്ത്യയിൽ ഇവിടുത്തെ സമരത്തെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്രത്തിൽ മുഴുവൻ നമ്മൾ മതഭ്രാന്തന്മാരാണ്. അന്ന് മുതൽ തന്നെ എഴുതപ്പെട്ട മുഴുവൻ ചരിത്രത്തിലും ആ ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെട്ടത് എന്ന് സ്വാഭാവികമായിട്ടും അതിനുശേഷം കലാപകാരികൾ, അതല്ലെങ്കിൽ ലഹളപ്രിയർ, അല്ലെങ്കിൽ വിപ്ലവത്തെ കലാപം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ആ ഇംഗ്ലീഷ് ചരിത്ര എഴുത്തിനെ ഇവിടെ മലയാളവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇന്ത്യൻ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടോ ഒക്കെ എഴുതപ്പെട്ട ചരിത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. ശരിക്കും അത് കറക്റ്റ് ചരിത്രത്തിൻ്റെ നേർവിരുദ്ധമായ എഴുത്തായിരുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ 921 100-ാം വാർഷികത്തിൽ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സൈന്യത്തെക്കുറിച്ച് തന്നെ പറയപ്പെടുന്നത് അതിൽ 40% സൈനികർ മുസ്ലിങ്ങളല്ലാത്ത കീഴാള ജാതിയിൽപ്പെട്ട മനുഷ്യരായിരുന്നു, അതല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളടക്കമുള്ള ആളുകളായിരുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ്. തിരിച്ച് അങ്ങോട്ടും ഉണ്ട് കേട്ടോ, ഇങ്ങോട്ട് മാത്രമല്ല. ഇപ്പോൾ ഈഴവ മെമ്മോറിയൽ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സപ്പോർട്ടേഴ്സായിട്ട് ധാരാളം മുസ്ലിങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുമൊക്കെയുള്ള ചരിത്രമാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കുള്ളത് എന്ന് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ അല്ലെങ്കിൽ വിശിഷ്യ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും മുസ്ലിം സ്വാധീനത്തെക്കുറിച്ചുമൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചരിത്ര രചനയിൽ തന്നെ സ്വീകരിച്ചിരിക്കുന്ന, വിശിഷ്യ ആഗോളതലത്തിൽ തന്നെ ചരിത്ര രചന സ്വീകരിച്ചിരിക്കുന്ന അതേ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ചരിത്രവും എഴുതപ്പെടുന്നത്. ഇപ്പോൾ ഒരു രീതി എന്ന് പറയുന്നത് വംശീയ ചരിത്ര രചനയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വംശം സ്വയം വിചാരിക്കുന്നു ഞങ്ങളാകുന്നു വംശീയമായി ഉന്നതർ. അതുകൊണ്ട് തന്നെ അവർ ലോകത്തുള്ള മറ്റു ജനവിഭാഗങ്ങളെ നോക്കിക്കാണുന്നത് മുഴുവൻ, അല്ലെങ്കിൽ ആ ജനവിഭാഗങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് അവർ വായിച്ചെടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ഒരു ചരിത്ര വായനയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ലോകത്ത് കോളനിവൽക്കരണം, സാമ്രാജ്യത്വം ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ നാടുകളിലൂടെ അവർ നടത്തിയ യൂറോപ്യനും അതുപോലെ തന്നെ അമേരിക്കൻസൊക്കെ നടത്തിയിട്ടുള്ള യാത്രകൾ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ യാത്രകളിൽ മുഴുവൻ അവർ വിവിധ നാടുകളെ കോളനിവൽക്കരിക്കുന്നതിൽ, അതിനെ കൊള്ളയടിക്കുന്നതിൽ അവരുടെ ഏറ്റവും വലിയ ന്യായീകരണം എന്ന് പറയുന്നത് അവർ കണ്ടെത്തിയിട്ടുള്ള മോഡേണിറ്റിയെ, പുതിയ ആശയങ്ങളെ, അത് ഞങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അതിൻ്റെ ഉപകാരമുണ്ടാകട്ടെ എന്ന നല്ല ന്യായം പറഞ്ഞുകൊണ്ടാണ്. നമുക്കറിയാലോ, ശരിക്കു പറഞ്ഞാൽ മതത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള സ്വാധീനവും എടുത്തു കളഞ്ഞ് മതേതരത്വത്തെ സൃഷ്ടിച്ച് അതിൽ നിന്ന് ഫാഷിസത്തെ ഉണ്ടാക്കി, അതിൽ നിന്ന് ലിബറലിസത്തെ ഉണ്ടാക്കി, മനുഷ്യൻ്റെ സംസ്കാരത്തെയും കാഴ്ചപ്പാടിനെയും ജീവിത രീതികളെയും ഒക്കെ മാറ്റിമറിക്കുന്ന പല ആശയങ്ങൾക്കും ജന്മം നൽകി മനുഷ്യനെ മതത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അവർ രൂപീകരിച്ചു. എഴുത്തും പഠനവും അതിനാവശ്യമായ അക്കാദമികമായ കാര്യങ്ങളുമൊക്കെ ലോകത്തൊട്ടുക്കും അവർ പ്രചരിപ്പിച്ചു. അപ്പോൾ ലോകത്ത് മുസ്ലിം നാടുകളിലുമൊക്കെ അതിൻ്റെ സ്വാധീനമുണ്ടായി. അപ്പോൾ അവരുടെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ അവർ കണ്ടെത്തിയിട്ടുള്ള മോഡേണിറ്റിയെ, ആധുനികതയുടെ നന്മകളെ എന്നുള്ളത് കൊട്ടേഷൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിനെ പ്രചരിപ്പിക്കാൻ അവർക്ക് എന്ത് ചെയ്യാം? ഏതൊരു നാട്ടിലും പോയിട്ട് അതിനെ കോളനിവൽക്കരിക്കാം, കൊള്ളയടിക്കാം. അത് അവരുടെ നവോത്ഥാന പ്രവർത്തനമാണ്.
ഇപ്പോൾ അധിനിവേശത്തിൻ്റെ 500 ദ ഗ്ലോബൽ പാരസൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിൻ്റെ മലയാളവും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ ചരിത്ര രചനയുടെ അല്ലെങ്കിൽ ചരിത്രത്തിൽ അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെയും അതിൻ്റെ അക്കാദമികമായ ന്യായീകരണങ്ങളെയും കൃത്യമായിട്ട് വിവരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള അധിനിവേശങ്ങൾക്ക്, ആധിപത്യങ്ങൾക്ക് അവർ ആധാരമാക്കിയത് വംശീയതയെ അടിസ്ഥാനമാക്കി അവർ രൂപീകരിച്ച ചരിത്ര വായനയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അവരുടെ മേൽക്കോയ്മയിലാണ് പിന്നീട് അവർ നടത്തിയ പ്രവർത്തനങ്ങളും അവർ നടത്തിയ കോളനിവൽക്കരണങ്ങളും അതിൻ്റെ കുറിച്ചുള്ള ചരിത്ര രചനയും നടന്നത് എന്ന് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷുകാരാണല്ലോ, ബ്രിട്ടീഷുകാരാണ്, യൂറോപ്യൻസാണ്, അവരാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ പിൽക്കാലത്ത് എഴുതപ്പെട്ട ചരിത്ര രചനയും പഠനവും ഒക്കെ അതിനെ പെട്ടെന്ന് സ്വാംശീകരിച്ചു. കാരണം എന്താ, ഇന്ത്യയിൽ നേരത്തെ തന്നെ വർണ്ണാശ്രമ ധർമ്മമുണ്ട്. മനുഷ്യരെ ജാതിയുടെ തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് വിവിധ ജാതികളാക്കി, ചിലർ താഴെയുള്ളവരും ചിലർ മുകളിലുള്ളവരും എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇന്ത്യയിൽ നേരത്തെ തന്നെയുണ്ട്. സ്വാഭാവികമായിട്ടും ആ വംശീയധാരയിൽ എഴുതപ്പെട്ട ചരിത്ര രചന അല്ലെങ്കിൽ രൂപീകരിച്ച ആ കാഴ്ചപ്പാടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെയുള്ള ചരിത്രത്തെ രേഖപ്പെടുത്തുന്നതിൽ അത് സ്വാഭാവികമായും സ്വാധീനം ചെലുത്തി എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിൽ വിശിഷ്യ അതിൻ്റെ ഏറ്റവും ഇരകളാക്കി മാറ്റപ്പെടുന്നത് താഴ്ന്ന ജാതിക്കാരാണ്. ഇപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഭൂരിപക്ഷം ആളുകളിലെ താഴ്ന്ന ജാതിക്കാർ ആണ് അതിൽ ഒരിര. മറ്റൊന്ന് മുസ്ലിങ്ങളായിരുന്നു. കാരണം മുസ്ലിങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ഈ പറഞ്ഞ ജാതീയതയുടെ എല്ലാ കെട്ടുപാടുകളെയും പൊളിക്കാൻ മാത്രം പവറുള്ള ഒരാശയത്തിൻ്റെ ഉടമകളായിരുന്നു. അതവർ ചരിത്രത്തിൽ തെളിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് ബ്രിട്ടീഷുകാർക്കും എതിരാണ്, അതുപോലെ തന്നെ ഇവിടെയുള്ള ജാതി മേൽക്കോയ്മയുടെ ഉടമസ്ഥർക്കും അതിൻ്റെ സവർണർക്കും അതെതിരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, ചരിത്രത്തിൽ നിന്ന് വക്രീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ തമസ്കരിക്കപ്പെടുകയോ ചെയ്യുന്ന വിഭാഗം കീഴാളർ മാത്രമായിരുന്നില്ല, മുസ്ലിങ്ങൾ കൂടിയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചരിത്രപരമായി കുറേ കാലം സ്വയം ചരിത്രം രചിക്കാത്തത് കൊണ്ടും ഈ ചരിത്രം സ്വയം പഠിച്ചതുകൊണ്ടും അവരും വിചാരിച്ചു പോയി, എന്ത്, നമ്മൾ പിന്നാക്കക്കാർ തന്നെയാണ്, നമ്മൾ അങ്ങനെ തന്നെ നിൽക്കേണ്ടവരാണ് എന്ന് കീഴാളർ വിചാരിച്ചതുപോലെ മുസ്ലിം സമുദായം കുറേ കാലം അങ്ങനെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. നമ്മുടെ ഉള്ളിൽ ആദർശവും ആശയവും സ്വാതന്ത്ര്യ വാഗ്ഞയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ വളരെ വേഗതയിൽ നമ്മൾ അതിൽ നിന്ന് കുതിരയോടാൻ ശ്രമിച്ചുകൊണ്ട് ചെറിയൊരു അവസരം കിട്ടിയാൽ മതി. മുസ്ലിം സമുദായം അവരുടെ ചരിത്രത്തെ 921 എന്ന് പറയുന്ന ഒരു അതിൻ്റെ 100ാം വാർഷികത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതേ ഉള്ളൂ. എത്ര പുസ്തകങ്ങളാണ് ആ വിഷയത്തിൽ ഇറങ്ങിയത്, എത്രയെത്ര എഴുത്തുകളാണ് അതിൽ നടന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ചരിത്രബോധത്തെ തിരിച്ചെടുക്കാനുള്ള മുസ്ലിങ്ങളുടെ, ഇസ്ലാമിൻ്റെ തന്നെ ഒരു ഗുണം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അത് പഴയ കാലത്തും നടന്നിട്ടുണ്ട്. പക്ഷേ അവരെക്കുറിച്ച് അവരല്ലാത്തവർ എഴുതിയ ഒരു വലിയ ചരിത്ര ഗ്രന്ഥപുര തന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് മുസ്ലിം സമുദായം കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ വികസിപ്പിക്കുന്നതിൽ, ഇവിടുത്തെ സാമൂഹികമായ പുരോഗതി ഉണ്ടാക്കുന്നതിലൊക്കെ ശ്രീനാരായണ ഗുരുവിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് പങ്കുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പങ്കിനെ നിഷേധിക്കുകയോ അതില്ല എന്ന് പറയുകയോ ചെയ്യുന്നതിന് പകരം മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു പങ്കിനെ കുറിച്ച് എവിടെയും പരാമർശമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചു പോരുന്നു. പിൽക്കാലത്തോ ഇവിടുത്തെ ഇടതുപക്ഷ ചിന്തകരും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള വലിയ ചില ഭരണത്തിലേറിയതിനു ശേഷം വന്നിട്ടുള്ള നയങ്ങളും ഇവിടുത്തെ വലതുപക്ഷത്തിൽ കോൺഗ്രസും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇവിടുത്തെ സാമൂഹിക പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് അക്കാദമികമായി ഇങ്ങോട്ട് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ഇവയൊക്കെ നടക്കുന്നതിന് മുമ്പുണ്ടായ മുസ്ലിങ്ങളുടെ ഇടപെടലിനെ കുറിച്ചോ ഇവിടെ നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിങ്ങളുടെ, അറബികളുടെ, ഇസ്ലാമും മക്കയിലും മദീനയിലും വളരുന്നതിന് മുമ്പ് തന്നെ അറബികൾ വന്നതും അവരുടെ അകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയിൽ നിന്ന് ഇവിടെ പഠിപ്പിക്കപ്പെട്ട നന്മകളെക്കുറിച്ചുമൊക്കെ തമസ്കരിച്ചുകൊണ്ട് വളരെ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെ എടുത്ത് അതാണ് പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് അക്കാദമികമായി സ്ഥാപിക്കുന്നതിൽ മറ്റുള്ളവർ വിജയിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല മേഖലകൾ, കച്ചവടം,
അതുപോലെ തന്നെ അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം, അതുപോലെ തന്നെ ഭരണപരമായ പരിഷ്കരണ പ്രവർത്തനങ്ങൾ, സാമൂഹികമായ പരിഷ്കരണം, അവകാശ സമരങ്ങളെക്കുറിച്ചുള്ള ബോധം കേരള ജനതയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്, ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ അർത്ഥത്തിൽ ഈ മേഖലകളിലൊക്കെ നേതൃപരമായ പങ്ക് മുസ്ലിം സമൂഹം ഒരു കാലഘട്ടത്തിൽ നേതൃപരമായ പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കച്ചവടത്തെ എടുത്തു നോക്കുക. ഹിന്ദുക്കളുടെ ജാതി എന്ന് പറയുന്നൊരു വ്യവസ്ഥ ഇവിടെ അതിശക്തമായിരുന്നു. അവരുടെ ജാതി ശ്രേണി അനുസരിച്ച് വൈശ്യരാണ് കച്ചവടം ചെയ്യുവാൻ, അവരുടെ ജാതിയിൽ അവർക്കാണ് അതിന് നിശ്ചയിക്കപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ജാതി ശ്രേണി അനുസരിച്ച് കച്ചവടം ചെയ്യേണ്ടുന്ന തൊഴിൽ അവരുടേതായിട്ടാണ് വരേണ്ടത്. പക്ഷെ അന്നത്തെ ഒരു സാമൂഹ്യാന്തരീക്ഷത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ജാതി സമുദായങ്ങളിൽ വൈശ്യരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഒരു കച്ചവട സമൂഹമായി വളർന്നു വരുവാനോ കേരളത്തിൻ്റെ എക്കോണമിയെ ആ അർത്ഥത്തിൽ സ്വാധീനിക്കുവാനോ ഉള്ള എണ്ണമോ അതിനുള്ള പ്രവർത്തിക്കുവാനുള്ള ശേഷിയോ അന്നത്തെ വൈശ്യ സമൂഹത്തിന് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും പിന്നെ ആരാണ് ഇവിടെ കച്ചവടം ചെയ്ത്, അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയുന്ന സംസ്കാരത്തെ ആരാണ് പഠിപ്പിച്ചത് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ കച്ചവടം ആശ്രയിച്ചിരുന്നത് പ്രധാനമായും കടലിനെയാണ്. കാരണം അക്കരെ നിന്ന് ഇവിടേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുക, ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നടക്കുക എന്നുള്ളത് കടലിനെ ആശ്രയിച്ച് മാത്രമാണ്. വിമാനമില്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കടൽ യാത്ര ചെയ്യുക എന്നുള്ളത് ജാതി ഹിന്ദുക്കൾക്ക് നിഷിദ്ധമായിരുന്നു അവരുടെ വിശ്വാസപ്രകാരം. പിന്നെ ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊള്ളക്കൊടുക്ക് നടത്തിയത്? ആരാണ് ഇവിടെ ചരിത്രത്തിൽ കച്ചവടം ഇവിടുത്തെ സമൂഹത്തിന് പഠിപ്പിച്ചത്? കച്ചവടം വഴി ഇവിടെ ഉണ്ടായ സാമ്പത്തിക ഉണർവ് ആരുടെ സംഭാവനയാണ്? ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ അത് പച്ചയായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അറബികളുടെയും മുസ്ലിങ്ങളുടെയും കേരളത്തിലേക്കുള്ള വരവും അവരുടെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളും ജീവിത രീതിയും കണ്ട് വളർന്നു വന്ന ഇവിടെ തന്നെ ഉണ്ടായി വന്ന ഒരു ലോക്കൽ എക്കോണമിയും ഒക്കെയാണ് അതിൻ്റെ കാരണമെന്ന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം ചരിത്രമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ നടക്കുന്ന ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതുവരെയും ശരിക്കും കച്ചവടത്തിൻ്റെ എല്ലാ നന്മകളും ഇവിടെ പഠിപ്പിച്ചത് മുസ്ലിങ്ങളായിരുന്നു, അറബികളായിരുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ്. എന്ന് മാത്രമല്ല, കച്ചവടത്തെക്കുറിച്ച് നമുക്കറിയാം, ഇന്നും എല്ലാ കാലഘട്ടത്തും ബിസിനസ് എന്ന് പറയുന്നത് മതത്തിന് അതീതമാണ്. മനുഷ്യബന്ധങ്ങളും അതുപോലെയുള്ള ബന്ധങ്ങളും നമ്മൾ കച്ചവടത്തിൽ നിലനിർത്തുന്നത്. കച്ചവടത്തെ പൊളിക്കാനോ അത് മതിയല്ലോ. മനുഷ്യർ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ കച്ചവടം നടക്കുമോ? അല്ലെങ്കിൽ ഇന്നയാൾ ഇന്ന ജാതിക്കാരനാണ് അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങാൻ പാടില്ല തീരുമാനിച്ചാൽ അതോടുകൂടി ആ കച്ചവടം പൂട്ടിപ്പോകില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്ന് പറഞ്ഞാൽ കച്ചവടത്തെ മുസ്ലിങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാമൂഹിക ബന്ധങ്ങളും അതിശക്തമായിരുന്നു. സ്നേഹബന്ധങ്ങളും പരസ്പര ഇണക്കവും ഒക്കെ ഇവിടുത്തെ ലോക്കൽ ജനങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധത്തിലായിരുന്നു എന്നുള്ളത് കൂടിയും വേണം അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുവാൻ. അപ്പോൾ ഇതൊരു സംസ്കാരം കൂടിയാണ് അറബികളും മുസ്ലിങ്ങളും കേരളത്തിന് നൽകിയത്. അത് എവിടെയും രേഖപ്പെടുത്തപ്പെടുകയോ അതിനെ മുഖ്യധാര ചരിത്ര പഠനത്തിൻ്റെ ഭാഗമാക്കി അംഗീകരിക്കാൻ ഇവിടെയുള്ള രചയിതാക്കളും അക്കാഡമീഷ്യന്മാരും യൂണിവേഴ്സിറ്റിയിലെ പാഠപുസ്തകങ്ങളും സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളും ഒരിക്കലും സന്നദ്ധമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉദാരമായ വീക്ഷണം, മതാതീതമായ ബന്ധങ്ങൾ, ഇതൊന്നുമില്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, അവിടുത്തെ കച്ചവടക്കാർക്ക് വിജയിക്കാൻ പറ്റൂല. എഴുതപ്പെട്ട ചരിത്രത്തിൽ KKN കുറുപ്പ് അവർ അടക്കമുള്ള ആളുകൾ എഴുതിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മാലിക് ബിൻ ദീനാറും അടക്കമുള്ള സംഘങ്ങളും രാത്രിയിൽ അവർ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ വീടുകളിൽ ചെന്ന് മുട്ടാറുണ്ടായിരുന്നു. കാരണം അന്ന് പട്ടിണിയുടെ കാലമാണ്. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അപ്പോൾ അങ്ങനെ അത് ആവർത്തിച്ച് വന്നപ്പോൾ അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ദരിദ്രരുടെ വീട്ടിൽ പോയി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല. അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ കച്ചവടക്കാരായിട്ട് മാത്രം വന്നതല്ല, അവരുടെ സംസ്കാരം തന്നെ അങ്ങനെയായിരുന്നു. അവർ അറബിയിൽ നിന്ന് നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നിരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാക്കുന്ന അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കുറഞ്ഞു പോകും. നല്ല മൂല്യമുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അത് വാങ്ങാൻ ആൾ കൂടുകയും ഇവിടുത്തെ സാധാരണക്കാരുടെ കച്ചവടം പൂട്ടിപ്പോകാനുള്ള സാധ്യതയും അന്നുണ്ടായിരുന്നു. അത് സംഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ തീരുമാനിച്ചത്, ഉച്ചവരെ നമ്മൾ കച്ചവടം ചെയ്യുന്നു, ഉച്ചയ്ക്ക് ശേഷമുള്ളത് നാട്ടുകാർക്കുള്ളതാണ്. അതുകൊണ്ട് അവരുടെ എക്കോണമിയും തകരാതെ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും കൊണ്ടും സ്നേഹവും അതുപോലെ തന്നെ മതാതീതമായ പ്രാദേശികതക്കതീതമായ
ഒരു സംസ്കാരം കച്ചവടത്തോടൊപ്പം പ്രചരിപ്പിച്ചതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ അന്ന് ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ കൂടി കാരണമായത്. വിശിഷ്യ കീഴാള ജനത അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്നതുകൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ ക്രിസ്ത്യാനികൾക്കും കുറച്ചൊക്കെ ഒരു പങ്കുണ്ട്. ചരിത്രത്തെ നമ്മൾ സംസ്കരിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രേഖകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് കച്ചവട രംഗത്താണെങ്കിൽ അറിവിൻ്റെ രംഗത്ത് ഇപ്പം അന്ന് വേദം കേട്ടാൽ അത് പിന്നെ താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ അവൻ്റെ ചെവിയിൽ ഈയമൊഴിക്കുക എന്നൊരു ഒരു ശിക്ഷ ആ കാലഘട്ടത്തിലുള്ളതായിട്ട് നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അറിവ് ഒരു വിഭാഗത്തിന് മാത്രമുള്ളതാണ്. അത് പൊളിച്ചിട്ടാണ് ഇവിടുത്തെ മതപാഠശാലകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായിട്ട് അന്ന് മുസ്ലിങ്ങൾ നടത്തിയത് എല്ലാവർക്കും ഉള്ളതായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അറിവിനെ ജനാധിപത്യവൽക്കരിച്ചു. ഈ സംസ്കാരം പോർച്ചുഗീസുകാർ കൊടുത്തതല്ല, യൂറോപ്യന്മാർ ബ്രിട്ടീഷുകാർ കൊടുത്തതല്ല. അതിനെത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ജാതി മേൽക്കോയ്മയെ പൊളിച്ചുകൊണ്ട് മുസ്ലിം സമുദായം ആ കാലഘട്ടത്തിൽ തന്നെ വിശിഷ്യ അറബികളായ കച്ചവടക്കാർ നൽകിയിരുന്നു എന്ന ചരിത്രം യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഭരണപരമായ പരിഷ്കരണമൊക്കെ ഏതെങ്കിലും ഒരു 1-2 മേഖലകൾ മാത്രമല്ല, ഭരണപരമായ പരിഷ്കാരങ്ങൾ നമുക്ക് വിശിഷ്യ ടിപ്പു സുൽത്താൻ്റെ കേരളത്തിൽ വിശിഷ്യ മലബാറിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആ അർത്ഥത്തിൽ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറയപ്പെടുന്നത് നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തെ ഏറ്റവും വലിയ വർഗീയവാദിയും അതുപോലെ ക്ഷേത്രധ്വംസകനും ഒക്കെ ആയിട്ടാണല്ലോ പരിചയപ്പെടുന്നത്. കേരളത്തിൽ തന്നെയുള്ള മുസ്ലിങ്ങളല്ലാത്ത ചരിത്രകാരന്മാരടക്കം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രധ്വംസനം പോലും എന്തായിരുന്നു, ആ ക്ഷേത്രത്തിനകത്ത് ഉണ്ടായിരുന്ന അനീതിയും അക്രമവും അവസാനിപ്പിക്കുവാൻ ജനങ്ങളുടെ പണം പിടുങ്ങി നികുതി പണത്തിനപ്പുറം ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഖജനാവ് അതിനകത്തായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തകർക്കാൻ അത് ഇടയായത്, അല്ലാതെ ക്ഷേത്രം തകർത്തവനായിരുന്നില്ല അദ്ദേഹം എന്നിവരെയുള്ള ചരിത്ര രചന മുസ്ലിങ്ങളല്ലാത്ത എഴുത്തുകാർ തന്നെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും ഒരുമിപ്പിച്ചിരുത്തിക്കൊണ്ട് സൈനികമായ പോരാട്ടം നടത്തിയതിലൊക്കെ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് എന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ KKN കുറുപ്പ് എഴുതിയ ഒരു ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കാം. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ പ്രതീകമാണ് ടിപ്പു സുൽത്താൻ. ഇവിടുത്തെ മറ്റ് രാജാക്കന്മാരും പ്രഭുക്കന്മാരും മണ്ണിനും പെണ്ണിനും വേണ്ടി മരിച്ചപ്പോൾ ഒരാദർശത്തിൻ്റെ അൾത്താരയിൽ ഞാൻ കീഴടങ്ങുകയില്ല എന്ന ഓംകാര നാദത്തോടെ, അള്ളാഹു അക്ബർ എന്ന മന്ത്രവാക്യത്തോടെ ആത്മത്യാഗം ചെയ്ത ടിപ്പു സുൽത്താൻ പിന്നീട് തൻ്റെ വഴിയിൽ കടന്നു വന്ന ഝാൻസി റാണി ലക്ഷ്മിഭായ് ഭായിക്കും താന്തിയ തോപ്പിക്കും നാനാ സാഹിബിനും എല്ലാം ഒരു പ്രേരകമായി മാറി. അങ്ങനെ പിൽക്കാലത്ത് വന്ന മുസ്ലിങ്ങളല്ലാത്ത സമര പോരാളികൾക്ക് വരെ ഒരു ആവേശമായി മാറിയത് സുൽത്താനായിരുന്നു എന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അവരുടെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിൻ്റെ രചനയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് ഒരു യുദ്ധത്തിൻ്റെയോ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെയോ മാത്രം കഥയല്ല. ഇവിടെ ഉണ്ടായ സാമൂഹിക പരിഷ്കരണത്തിലും മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഭൂപരിഷ്കരണം നമ്മൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ഒരു സംഗതിയായിട്ട് ഇവിടെ പഠിപ്പിക്കപ്പെടുമ്പോഴും എത്രയോ 1-2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ അത് ഇന്ത്യയിൽ വിശിഷ്യ മലബാറിലും മറ്റൊക്കെ ശക്തമായി നടപ്പാക്കിയിരുന്നു. അപ്പോൾ ജന്മിമാരുടെ കീഴിലുണ്ടായിരുന്ന ഭൂമിയിൽ പണിയെടുക്കുന്നവനല്ല കൂലി, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആട്ടും തൂപ്പും കേൾക്കുകയും അതിന് വിധേയമാക്കുകയും ചെയ്യുന്ന വളരെ താഴ്ന്ന ജാതിക്കാരനെ വിമോചിപ്പിക്കുവാൻ അദ്ദേഹം അന്ന് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നയങ്ങളെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ താഴ്ന്ന ജാതിക്കാരെ അതുപയോഗിച്ച് ശിക്ഷിച്ചവരെ അദ്ദേഹം ശിക്ഷിക്കുകയുണ്ടായി. ഉയർന്ന ജാതിക്കാരെ താഴ്ന്ന ജാതിക്കാരുടെ കൂടെ പാടത്ത് പണിയെടുക്കാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അന്നത്തെ ഉന്നത ജാതിക്കാരെ സുൽത്താൻ ശിക്ഷിച്ചിരുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ടിപ്പു സുൽത്താൻ്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ ശരിക്കും കേരളത്തിൽ ഒരു വലിയ കാർഷിക വിപ്ലവത്തിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ പറയുകയാണെങ്കിൽ 921 സമരത്തെക്കുറിച്ചും മറ്റൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കാർഷിക സമരങ്ങളെക്കുറിച്ചൊക്കെ അംഗീകരിക്കാൻ പല എഴുത്തുകാരും സന്നദ്ധമാണ്. പക്ഷെ ആ എഴുത്തുകാർ പോലും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന മതത്തെ ഒരിക്കലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. കാരണം പരലോക വിശ്വാസമോ രക്തസാക്ഷിത്വമോ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചോ ഉള്ള ചിന്ത അവർക്കില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഘടകം മാത്രമാണ് ഏറ്റവും വലിയ
ഒരു ചരിത്ര വായനയിൽ അവരാധാരമാക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് ചരിത്ര രചന എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചരിത്ര രചനയാണ് ശരിക്കും ഇവിടെ നടന്നത് എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ സ്വാധീനം ഒരിക്കലും രേഖപ്പെടുത്തപ്പെടാതെ പോയത്. അതുപോലെ തന്നെ വംശീയതയെ ഉപയോഗപ്പെടുത്തി എഴുതിയ ചരിത്രം പോലെ തന്നെയാണ് ചരിത്രത്തെ വക്രമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവവും. അപ്പോൾ ഒരു ചരിത്രത്തെ ഇല്ല എന്ന് പറയുക തമസ്കരിക്കുന്നതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒന്നാണ് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളച്ചൊടിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ആളുകളാണ് നമ്മളൊക്കെ, അതിൻ്റെ ഇരകളാണ്. അപ്പോൾ നമ്മളും വിചാരിക്കുന്നത് എന്താ, മുസ്ലിങ്ങളുടെ ചരിത്രം അങ്ങനെയൊക്കെ ഇപ്പോഴാണ് ശരിക്ക് ഒരു ഉണർവും മറ്റ് ഒക്കെ നമുക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ. മുസ്ലിം സമുദായത്തിന് തന്നെ അവരുടെ ചരിത്രത്തെക്കുറിച്ച് ശരിക്കൊരു ബോധമൊക്കെ ഉണ്ടായി വന്ന ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുവരെ ശരിക്ക് എഴുതപ്പെട്ട ചരിത്രം അനുസരിച്ചുകൊണ്ട് ഇവർ വേട്ടയാടപ്പെടേണ്ടവർ മാത്രമല്ല, വംശീയമായി തന്നെ ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് എന്ന സിദ്ധാന്തം ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ചരിത്രത്തെ വെച്ചുകൊണ്ടാണ്. അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു ബേസ്. അപ്പോൾ ഏറ്റവും നല്ല ഒരു മുസ്ലിമേതര വ്യക്തിത്വവും അയാളുടെ ഒരു കാഴ്ചപ്പാട് ഇതാണെങ്കിൽ സ്വാഭാവികമായും അയാളുടെ അഖീദ പിന്നെ ഇതാണ്, അയാളുടെ വിശ്വാസം അതാണ്, ഇവർ തുടച്ചു നീക്കപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ അത്രത്തോളം രൂഢമൂലമായി സ്ഥാപിക്കപ്പെട്ട ഒരു സത്യമായിട്ടാണ് ഈ സംഗതിയെ ഇവിടെ കാണുന്നത് എന്ന് മനസ്സിലാക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാരണം ചരിത്രത്തിലുടനീളം ഇവിടെ ഉണ്ടായിരുന്ന അധീശത്വ വ്യവസ്ഥയെ ചോദ്യം ചെയ്തും അതിനെ പൊളിച്ച് ശരിയായ ഒരു വഴി കാണിച്ചതുമാണ് ശരിക്കും ഇസ്ലാമിൻ്റെയും അറബികളുടെയും ടിപ്പു സുൽത്താൻ അടക്കമുള്ള ഭരണാധികാരികളുടെയും ചരിത്രം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ എതിർക്കുക എന്നുള്ളത് ഇവിടുത്തെ ജാതി മേൽക്കോയ്മയുടെ ആളുകൾക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും നിർബന്ധമാണ്. APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, ടിപ്പു സുൽത്താൻ എന്നെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടത് നാസയിൽ പോയപ്പോഴാണ്. നാസയിൽ ചെന്ന് കയറുന്നിടത്ത് ഒരു വലിയ ചിത്രമുണ്ട്, അതിൻ്റെ റിസപ്ഷനിൽ തന്നെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ ആ ചിത്രത്തിലേക്ക് ഞാൻ നോക്കി, അവിടെ ഒരു പീരങ്കിയും ആധുനികമായിട്ടുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സൈനികമായ മുന്നേറ്റം നടത്തുന്ന ഒരു സൈന്യത്തിൻ്റെ ചിത്രമാണ് ഞാൻ അതിൽ കണ്ടത്. അടുത്ത് പോയി നോക്കിയപ്പോൾ ഒരിക്കലും അത് ബ്രിട്ടീഷുകാരുടെയോ അതല്ലെങ്കിൽ അമേരിക്കൻ വെള്ളവംശീയരുടെയോ ചിത്രമല്ല, അതിലുണ്ടായിരുന്നത് കറുത്ത മനുഷ്യരുടെ ചിത്രമായിരുന്നു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, അങ്ങനെയുള്ളവർ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ ചിത്രം ഇവിടെ വന്നത്? അദ്ദേഹം അന്വേഷിച്ചു. അവിടുത്തെ നാസയുടെ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇത് ടിപ്പു സുൽത്താനും അദ്ദേഹം ആ കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ആ കാലഘട്ടത്തിൽ വളരെ ആധുനികമായിട്ടുള്ള അന്നത്തെ യൂറോപ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയെ വെല്ലുന്ന തരത്തിലുള്ള ആയുധങ്ങൾ അദ്ദേഹം അന്നുണ്ടാക്കിയിരുന്നു. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴാളരും മുസ്ലിങ്ങളും അടങ്ങുന്ന കറുത്ത വർഗ്ഗക്കാർ നടത്തുന്ന യുദ്ധത്തിൻ്റെ ചിത്രമാണിത്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടമാണ് എന്ന് അദ്ദേഹം, ഇത് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഓർക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പരിതപിക്കുന്ന വരികൾ അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളും ഇവിടുത്തെ മുഖ്യധാര ചരിത്ര രചനയിലും ഒക്കെ മായ്ച്ചു കളഞ്ഞതോ മായ്ക്കപ്പെട്ടതോ ആയിട്ടുള്ള കാര്യത്തെ നാസ ഒരു ലോകാത്ഭുതങ്ങളിലൊന്നായിക്കൊണ്ട് ഒരു കാലഘട്ടത്തിൻ്റെ അത്ഭുതം എന്ന രീതിയിൽ അതിനെ മ്യൂസിയമായി അല്ലെങ്കിൽ ഒരു ചിത്രീകരണമായിട്ട് അവരുടെ കേന്ദ്രത്തിൽ വെച്ചതായിട്ട് അദ്ദേഹം കാണുകയാണ്. ഇതുപോലെ നമ്മുടെ ഇടയിൽ നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട ചരിത്രത്തെ തിരുത്തി എഴുതുന്ന ഒരു പ്രക്രിയ കൂടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ ആധുനിക വിദ്യാഭ്യാസത്തെ ഒരു കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ അതിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വളരെ വേഗതയിലാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വേഗതയും ശരിക്കും ഇസ്ലാമിൻ്റെ തന്നെ ചടുലതയുടെ ഭാഗമാണ്. ഇപ്പോൾ കേരളത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശിഷ്യ ഇവിടുത്തെ ഒരു ചരിത്രരചനയിൽ മാർക്സിസ്റ്റ് ചരിത്രരചനയ്ക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ മുസ്ലിം ചരിത്രത്തിൽ നടന്നിട്ടുള്ള കുറേയധികം കാര്യങ്ങളെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ അതിനൊരു പങ്കുണ്ടെങ്കിൽ തന്നെയും അവരുടെ ബേസ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തിക ഘടകങ്ങളാണ്. എത്ര പുരോഗതി അതുണ്ടാക്കി, എത്ര എക്കോണമിക് ഡെവലപ്പ് അതുണ്ടാക്കി. അപ്പോൾ അവരെന്ത് ചെയ്യും? കാർഷിക സമരത്തെ അംഗീകരിക്കും, അതുകൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട്. ലാൻഡ് റിഫോമിനെ അവരെന്ത് ചെയ്യും? അതിനെ അവരുടേതാക്കി മാറ്റും, അതിനവർ അംഗീകരിക്കും. പക്ഷേ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നെന്ന് അംഗീകരിക്കാൻ അവർക്ക് റെഡിയല്ല. ഇപ്പോഴതാണല്ലോ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ മാപിനി അവരുടെ സ്കെയിലിൽ ഒരിക്കലും വരാത്തൊരു കാര്യമാണ്. അവരുടെ കോലിൽ ഒരിക്കലും എന്തല്ല മതമോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ വിശ്വാസ പ്രമാണങ്ങളോ ഒരിക്കലും കടന്നു വരികയില്ല. അതുകൊണ്ട് ആ ഒരു വശത്തെ പൂർണ്ണമായി തമസ്കരിച്ചുകൊണ്ട് മതം എവിടെ ഇടപെടുന്നു അവിടെ എന്തായി ഭീകരവാദമോ മതഭ്രാന്തോ ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ പോരാട്ടത്തിൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ വാരിയംകുന്നനെ അദ്ദേഹത്തെ ഒരു ഷഹീദായിക്കൊണ്ടും സുൽത്താനായിക്കൊണ്ടും
ആ പദപ്രയോഗങ്ങളുടെ വാഴിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് അവർ നിൽക്കാനുള്ള കാരണം അത് തന്നെയാണ്. അദ്ദേഹം ഒരു സാധാരണ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായിരുന്നു, ഒരു ദേശീയ സമരത്തിലെ വ്യക്തിത്വമായിരുന്നു. അതൊക്കെ ആണെങ്കിൽ അവരെല്ലാവരും അംഗീകരിക്കും. ഇപ്പോൾ മതത്തിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റിയെയോ ഒരിക്കലും അംഗീകരിക്കാൻ റെഡിയല്ലാത്തത് കൊണ്ട് കൂടിയാണ് ഒറ്റയടിക്ക് തമസ്കരിക്കാൻ വേണ്ടിയുള്ള വക്രീകരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ അവർ സ്വയം രചിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കുറേ ചിത്രങ്ങൾ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ പരാജയപ്പെടുന്ന ഉറപ്പുണ്ടായിട്ടും പോർച്ചുഗീസുകാരോട് എന്താണ് മുസ്ലിങ്ങൾ നേരിട്ടത്? എന്തായാലും പരാജയപ്പെടുന്ന ഉറപ്പാണ്, അവർ എന്തായാലും മരണത്തിന് കീഴടങ്ങും എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ടും എന്തുകൊണ്ട് പോരാടി? അതിൻ്റെ കാരണം മാർക്സിയൻ എഴുത്തുകാർക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ന്യായം എന്ന് പറയുന്നത് ശരിക്ക് മതപരമായ ആവേശമാണ്. നാടിന് വേണ്ടി പോരാടുക, അധിനിവേശത്തെ ചെറുക്കുക, മരിക്കുക, ഷഹീദാവുക, പ്രതിഫലം വാങ്ങുക, വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും മാർക്സിയൻ എഴുത്തിൽ അവരുടെ ചിന്തയിൽ ഒരിക്കലും വരാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കാർഷിക വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ അംഗീകരിക്കുമ്പോൾ ഇതിനവർ അംഗീകരിക്കുകയില്ല. പരാജയപ്പെടുന്ന ഉറപ്പുണ്ടായിട്ടും അവർ രംഗത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ്. വാര്യംകുന്നൻ്റെ കാലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാലോ. അപ്പോൾ അന്ന് സ്ത്രീകളടക്കമുള്ള എത്രയോ ശുഹദാക്കൾ, രക്തസാക്ഷിത്വം ഭരിച്ച പെണ്ണുങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവരുടെ ചരിത്രരചനയിൽ അത് കാണാൻ പറ്റും. അവർ അത്ഭുതമായിട്ടാണ് അതിനെ എഴുതുന്നത്, അത്ഭുതമായിട്ടാണ്. അവർക്ക് നേരിടേണ്ടി വന്നത് ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെയായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറേ അധികം പുരുഷന്മാർ നാട് വിട്ടും ഒളിവിലും താമസിക്കാൻ പോയപ്പോൾ നാടിനെ നയിച്ചത് ശരിക്കും നാട്ടിലെ പെണ്ണുങ്ങളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. പക്ഷെ ആ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അതിൻ്റെ ചടുലതയും അതിൻ്റെ ഒരു ജിഹാദിനെക്കുറിച്ചുള്ള സ്പിരിറ്റും അതുപോലെ തന്നെ അധിനിവേശ വിരുദ്ധതക്ക് അല്ലെങ്കിൽ വിരുദ്ധമായിക്കൊണ്ടുള്ള അവരുടെ നിലനിൽപ്പും ഒക്കെ ഒരിക്കലും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയത്. കാരണം ചരിത്ര രചനയിൽ അവരുടെ അളവുകോൽ, അവരുടെ പോളിസി, സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മുടെ അളവുകോലിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ തന്നെ ഒരു അളവുകോൽ വെച്ചുകൊണ്ട് ചരിത്രവും ഇനി ധാരാളമായിട്ട് എഴുതപ്പെടേണ്ടതുണ്ട്. കുറേ പുസ്തകങ്ങൾ ഇറങ്ങുക എന്നത് ഈ വിഷയത്തിൽ അനിവാര്യമാണ്. അതിനേക്കാൾ അപ്പുറത്ത് ആശയങ്ങൾ തന്നെ രൂപീകരിക്കപ്പെടുകയും ആ ആശയങ്ങളെ വെച്ചുകൊണ്ട് ചരിത്രത്തന്നെ അതിൻ്റെ ചരിത്രവൽക്കരണം, അതിൻ്റെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി തന്നെ നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട് എന്നതാണ് ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായം കേരളത്തിൽ വിശേഷിച്ചും ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രവർത്തനം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും കേരളത്തിലെ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ വളരെയധികം ഒരു ആവേശവും അതുപോലെ തന്നെ അറിവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് ഏവർക്കും ഉദവി ഉണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.